ഷിരൂർ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ തൊണ്ടയ്ക്കിടയിൽ നമ്മൾ പറയില്ലേ തങ്ങിക്കിടക്കുന്ന ഒരു സങ്കടം എപ്പോഴും ഉണ്ടാകും. ആ കുഞ്ഞിൻ്റെ മുഖം ഓർക്കുമ്പോൾ, കുഞ്ഞിൻ്റെ മുഖം ഓർക്കുമ്പോൾ, ഒരു ലോറി കാണുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു റീൽസ് കാണുമ്പോൾ അർജുൻ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു വിങ്ങലാണ്, നോവാണ്, ഇപ്പോഴും സങ്കടകരമാണ് അർജുൻ എന്ന പേര്. അപ്പോൾ നമ്മൾ ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയ സങ്കടമായിരിക്കും അർജുൻ്റെ കൂട്ടുകാർക്കൊക്കെ. അർജുൻ്റെ കൂട്ടുകാരൻ മേഘയുടെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിനിഷ, അതായത് അർജുൻ്റെ നാടായ കണ്ണാടിക്കലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ നാട്ടിൽ ഇപ്പോൾ അർജുൻ്റെ പേര് മാത്രമാണ്. കണ്ണാടിക്കൽ എന്ന് കേട്ടാൽ ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് അർജുൻ്റെ പേര് മാത്രമാണ്. അർജുൻ്റെ നാട് മാത്രമായി കണ്ണാടിക്കൽ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇവിടെ കനത്ത മഴയാണ്. വിനിഷ പറഞ്ഞതുപോലെ തന്നെ ആ രക്ഷാപ്രവർത്തനത്തെ ഒക്കെ ഇന്നത്തെ ദിനം ഓർമ്മിപ്പിക്കുന്നു. മഴ ഒന്ന് ശക്തിയായി കനക്കുമ്പോൾ നെഞ്ചിടിക്കുമായിരുന്നു മലയാളികളുടെ. അതേ അവസ്ഥ തന്നെയാണ് ഇന്നത്തെ ദിവസവും ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് ഒരു ദിവസം അർജുൻ പൂർണ്ണമായും ചെലവഴിച്ചിരുന്ന അർജുൻ്റെ കണ്ണാടിക്കലിലെ CPIM പാർട്ടി ഓഫീസിനുള്ളിലാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയും പറയുന്നത് ഏത് സമയം ഇവിടെ ക്യാരംസ് ഒക്കെ തന്നെയും കളിച്ച് അർജുൻ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതിനു പിന്നാലെ സാമ്പത്തിക ബാധ്യതയൊക്കെ കാരണമാണ് പിന്നീട് ഒരു ജോലി മാറ്റി പോകുന്നത്. ഏതായാലും ഈ സ്ഥലത്ത് എപ്പോഴും അർജുൻ ഉണ്ടാവുമായിരുന്നു. പൊതുപ്രവർത്തനത്തിൽ ഏത് സമയവും അർജുൻ സജീവമായി തന്നെ ഉണ്ടാവുമായിരുന്നു. DYFയുടെ പൊതുച്ചോറ് വിതരണത്തിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും അർജുൻ സജീവമായിരുന്നു. എനിക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തിനോടൊപ്പം, അതായത് അർജുനോടൊപ്പം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. സ്വപ്നരാജാണ്. ഇവിടെ പാർട്ടിയുടെ ചുമതലയുള്ള വ്യക്തി കൂടിയാണ്. എല്ലാ തരത്തിലും പൊതുപ്രവർത്തന രംഗത്ത് അർജുന് നേതൃപാഠവുമായി അല്ലെങ്കിൽ അർജുനോടൊപ്പം നിന്നൊരു മനുഷ്യൻ കൂടിയാണ്. എങ്ങനെയാണ് ഈ സമയത്ത് അർജുൻ്റെ ഹൃദയം ഇവിടെ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ, അല്ലെ? എങ്ങനെയാണ് അർജുൻ്റെ ഹൃദയം ഈ ഓഫീസിലും KYC എന്ന് പറയുന്ന ഈ കലാസമിതിക്കകത്തും മാത്രമല്ല, ഇവിടുത്തെ കണ്ണാടിക്കൽ പ്രദേശത്തെ ജനങ്ങളുടെ നെഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം അത്രയും വലിയൊരു നൊമ്പരമായിട്ടാണ് അർജുൻ്റെ വേർപാട് നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുക. അത്രയേറെ ഈ പ്രദേശവുമായിട്ട് ഇഴചേർന്ന് നിന്നൊരു വ്യക്തിയായിരുന്നു അർജുൻ. കാരണം ഈ കലാസമിതി കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ KYCയിലൂടെ വളർന്നു വന്ന, ഇവിടെ ക്യാരംസ് കളിച്ചിട്ടാണെങ്കിലും മറ്റുള്ള എന്തൊക്കെ പ്രോഗ്രാമുകളാണെങ്കിലും പാർട്ടി സംഘടന എന്ന നിലയ്ക്ക് പാർട്ടി ഏറ്റെടുക്കുന്ന എല്ലാ ചുമതലകളും വളരെ ഉത്തരവാദിത്തോടു കൂടി എൻ്റെ കൂടെ പാർട്ടി മെമ്പർഷിപ്പിലിരുന്ന ആളാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്ക് മെമ്പർഷിപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും പിന്നീട് വീണ്ടും ഒഴിവ് വരുന്ന സമയങ്ങളിലൊക്കെ നമ്മളോടൊപ്പം ഇവിടെ പ്രവർത്തിക്കുന്നതിൽ വളരെ നല്ല രീതിയിലുള്ള പരിഗണന നൽകുന്നൊരു വ്യക്തിയായിരുന്നു. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു DYFയുടെ പൊതുച്ചോറ് വിതരണത്തിന് ഉൾപ്പെടെ വളരെ സജീവമായി നിന്നുകൊണ്ട് ആളുകളുടെ സേവിക്കുക എന്നുള്ള ഒരൊറ്റ മനോഭാവം തന്നെയായിരുന്നു അർജുന മുൻപോട്ട് നയിച്ചിരുന്നില്ല ആ സമയത്ത്. DYFയുടെ പൊതിച്ചോറ് എന്ന് മാത്രമല്ല, മറ്റുള്ള പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഒരു വേദന തോന്നുന്നത്, ഇപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങളെ പൊതിച്ചോറിൻ്റെ പരിപാടി വരികയാണ് ഈ മേഖലയിൽ. അതിൽ അർജുനൻ ഇല്ലല്ലോ എന്നുള്ളൊരു വേദനയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു പൊതിച്ചോറ് ഇറങ്ങാൻ വേണ്ടി നമ്മളൊരു വീടുകളിൽ ഏകദേശം 3 സ്ക്വാഡുകൾ ഇറങ്ങണം, ഫസ്റ്റ് കവർ. അതിനൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നുകിൽ രാവിലെ ആണെങ്കിൽ രാവിലെ ഞങ്ങളോടൊപ്പം ഇറങ്ങാൻ തയ്യാറാണ്, അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ ജോലി സമയങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളോടൊപ്പം വരുന്ന ആളാണ്. അന്നത്തെ ദിവസം ലീവ് എടുത്തിട്ട് തന്നെ ഈ അവസാന ഘട്ടങ്ങളിൽ കുറച്ച് ജോലി തിരക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാലങ്ങളിൽ മാറി ഇന്ന് എന്നതിനപ്പുറം വളരെ നല്ല രീതിയിൽ ഞങ്ങളോടൊക്കെ സഹകരിച്ച് വന്നിരുന്ന ഒരാളാണ്. ആർക്കും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം ഇത്രയും നെഞ്ചിലേറ്റ് നടക്കുന്നത്. പിന്നെ കുറച്ച് കാലത്തിനിടയ്ക്ക് ഒരു പ്രണയം ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് വീട് നന്നാക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നപ്പം ജോലിയിലേക്ക് ശ്രദ്ധിക്കും. ഈ കണ്ണാടിക്കൽ പ്രദേശത്തു കൂടി ഓടുന്ന ബസ്സിലെ ഡ്രൈവറായിരുന്നു, നല്ലൊരു എക്സ്പെർട്ട് ഡ്രൈവറായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ മറ്റേ വലിയ ലോറിയിലൊക്കെ പോകേണ്ടി വന്നത്. ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാകുന്ന ഒരാളായിരുന്നു. ഏതായാലും അർജുൻ്റെ വിടവ് അതേ രീതിയിൽ തന്നെ ഇവിടെ കിടക്കുന്നു, അല്ലേ? സംഘടന തീർച്ചയായിട്ടും അർജുൻ്റെ വിടവ് അതിൽ ഏറ്റവും വലുത് ഇപ്പം നല്ല ചൊരിയുന്ന മഴയാണ്. കാരണം എന്താണ്, കണ്ണാടിക്കൽ പ്രദേശം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കടുത്ത വെള്ളപ്പൊക്കത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ്. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ കടുത്ത മഴ പെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പല വീടുകളും ആൾ മാറി താമസിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഈ ആൾ മാറി താമസിക്കേണ്ട അവസ്ഥകൾ ഇവിടുത്തെ പാർട്ടി സഖാക്കൾക്കൊപ്പം ഇവിടുത്തെ ജനങ്ങളോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന് മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അർജുൻ. കാരണം അത് പറയാനുള്ള കാരണം, അവൻ്റെ വീട് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതായിരിക്കും, പക്ഷേ അവൻ്റെ വീടുകളിലേക്ക് ചിലപ്പം ചെല്ലുന്നത് മറ്റു ഏതെങ്കിലും സഖാക്കളായിരിക്കും. അവൻ ആരൊക്കെയാണ് വിളിക്കുന്നത് അവരെ കൂടെ അടുത്ത വീടുകളിലേക്ക് പോകുന്ന ആളാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ നൊമ്പരത്തിനിടയിൽ ഞങ്ങൾക്കുള്ള ഒരു മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു സുഖം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മുടെ സർക്കാർ LDF സർക്കാർ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയതായിട്ട് ഞങ്ങൾ കാണുന്നത്. മറ്റു ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല. ആ കുടുംബത്തിൻ്റെ ബാധ്യതകൾ അർജുൻ എന്ന് പറയുന്ന ആളെ ഞങ്ങൾക്ക് പൊതുപ്രസ്ഥാനത്തിനോ ഈ കണ്ണാടിക്കൽ പൊതുപ്രസ്ഥാനത്തിന് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത
വ്യക്തിയുമാണ് അർജുനും അർജുൻ്റെ കുടുംബവും. ഇതേ ചേർത്ത് നിർത്തൽ സർക്കാർ നടത്തിയല്ലേ കുടുംബത്തോടൊപ്പം? താങ്കളുടെ കണ്ണ് നിറയുന്നത് ഞാൻ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിട്ട്. മറ്റേ ഞങ്ങളെപ്പോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളൊക്കെ പാർട്ടി പ്രവർത്തകർ എന്നതിലേക്ക് ഓരോരുത്തരെ സഹായിക്കാനൊക്കെ നല്ല മനസ്സോടുകൂടി ഞങ്ങൾ ഇറങ്ങുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആവശ്യം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ആ LDF സർക്കാരിനെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ അധികം താമസമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു അർജുനൻ്റെ ബോഡി കിട്ടിയ ഉടനെ തന്നെ അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കുന്നതിന് വേണ്ട മുൻകൈ എടുത്ത ഇവിടുത്തെ MLA, പിന്നെ മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസൊക്കെ, ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത്, ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ കൂടെ പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ എന്ന് പറയുമ്പോൾ നമ്മളെ മുന്നിൽ ഒരു കാലതാമസം ഉണ്ടാകും. ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ടടുത്തുള്ള വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ക്ലറിക്കൽ പോസ്റ്റ് തസ്തികയിലേക്ക്, ഒരു പ്രത്യേക നിയമന ഉത്തരവിലൂടെ തന്നെ ക്ലറിക്കൽ പോസ്റ്റ് തസ്തികയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ജോലിക്ക് കയറാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്ന, ഞങ്ങൾക്കൊരു ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അതിന് ആ കുടുംബം ഇന്നും യെസ്, മേഘമാധവനാണ് കോഴിക്കോട് നിന്ന് അർജുൻ്റെ സുഹൃത്തും കൂടിയായ അർജുൻ്റെ കൂടെ പാർട്ടി പ്രവർത്തനത്തിലൊക്കെയും ഒരുമിച്ചുണ്ടായിരുന്ന സ്വപ്ന രാജുമായി സംസാരിച്ചത്. കണ്ണാടിക്കൽ ഗ്രാമം ഇപ്പോഴും അർജുൻ്റെ ഓർമ്മകളിലാണ്.